5 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ റുക്നുകൾ, ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ. ഈ ബിൽഡിംഗ് നിൽക്കണമെങ്കിൽ പില്ലർ വേണം. അതൊക്കെ പില്ലറുകളാണ്. ഇപ്പൊ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതൊക്കെ പില്ലറല്ലേ? ഇസ്ലാം എന്നതൊരു വീടാണെന്ന് സങ്കല്പിച്ചാൽ അതിന്റെ 5 പില്ലറുകൾ, ഈ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന പില്ലറുകൾ. ഇസ്ലാമിന്റെ 5 റുക്നുകളിൽ അവസാനത്തേതാണ് ഹജ്ജ്. ലാസ്റ്റിലാണ് കിടക്കുന്നത്. മാസങ്ങളിൽ അവസാനത്തെ മാസം ദുൽഹിജ്ജ്. കഴുകി ശുദ്ധിയായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ള ഒരു അവസരം. കാരണം ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തിയാൽ പിന്നെ മരണമാണ്. മരണം ഖബറോടുകൂടെ ആഖിറത്തിന്റെ യാത്രയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കി വെച്ചതും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ മണ്ണിൽ മൂടിവെച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്ന യാത്രയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. ആ പോകുന്ന യാത്ര പരിശുദ്ധമായ ഒരു യാത്രയാവാൻ, കയൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച നാളിൽ എങ്ങനെയായിരുന്നോ ഒരു കുഞ്ഞിന്റെ ശുദ്ധി, ഒരു കുഞ്ഞ് എത്ര പവിത്രമാണ് കൊച്ചുമക്കള്. ഉമ്മ പ്രസവിച്ച നാളിൽ ആ കുഞ്ഞിനൊരു അപശബ്ദം പോലും കേൾക്കേണ്ട സമയമായില്ല. ഉമ്മ പ്രസവിച്ച അന്നത്തെ ദിവസം പോലെ കയൗമ വലദത്തുഹു ഉമ്മുഹു. കുട്ടിക്ക് തെറ്റുണ്ടായിട്ടില്ല, പക്ഷേ ഒരു ദിവസം ആ ഒരു പ്രസവിച്ച നാള്, അന്നത്തെ ദിവസം ഏതാനും സെക്കൻഡുകൾ. പിന്നെ ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും അടിപിടി കൂടുന്ന കുട്ടി കേട്ടിട്ടുണ്ടാവും, ആരെങ്കിലും ചീത്ത വിളിക്കുന്നത് കുട്ടിയുടെ ചെവിയിൽ പതിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ പ്രസവിച്ച മുഹൂർത്തം ശുദ്ധമാണ്. അതുപോലെ പരിശുദ്ധമായിട്ടാണ് ഒരു കുഞ്ഞ് ശുദ്ധിയായി ജനിക്കുന്ന പോലെ. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല, സ്വർഗമാണ് അതിന്റെ പ്രതിഫലമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? എത്ര വലിയ ഭാഗ്യമാണ്! ഇങ്ങനെ സ്വർഗം ഗ്യാരണ്ടി ചെയ്യപ്പെട്ട ഒരു ഇബാദത്ത്. ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതോ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ പരിശുദ്ധമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അലൈഹിമുസ്സലാത്തു വസ്സലാം